ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ്. ഉദാഹരണത്തിന്, ഒരാൾ പുഴയിൽ വീണ് ഒഴുകിപ്പോകുമ്പോൾ അയാൾ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. അത് ശരിയല്ല. അത്തരം സഹായത്തേട്ടങ്ങൾ ശിർക്കാവുകയില്ല. കാരണം അവിടെ ജിന്ന് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അതുകൊണ്ട് ശിർക്കാണ് എന്ന ആ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തു പോകാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമതായി, ഇവിടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റുഖിയ ശർഇയ്യ. മുജാഹിദ് പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളെ നിഷേധിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സമ്പ്രദായങ്ങളെ നിഷേധിച്ചിട്ടില്ല. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ കടന്നു വന്നു. അടിചികിത്സ നടത്തി പല പ്രദേശങ്ങളിലും മന്ത്രവാദത്തിന്റെ എല്ലാ തരത്തിലുള്ള ഹോമങ്ങളടക്കമുള്ള ആ പൂർവികന്മാർ പണ്ടുകാലത്ത് ഇവിടെ ചെയ്തിരുന്ന ആചാരങ്ങൾക്കൊക്കെ സപ്പോർട്ട് നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങി. ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ എന്നിവ കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രൂപത്തിൽ നിർവഹിക്കുന്നതാണ് റുഖിയ ശർഇയ്യ. ഇതാണ് റുഖിയ ശർഇയ്യ. ഇത് ഇസ്ലാം അനുവദിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്യാൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. രോഗം വന്ന ആളെ സന്ദർശിക്കുമ്പോ അവിടെ വെച്ച് നടത്തേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് രോഗം വന്നാൽ, ശരീരത്തിൽ വേദനയുണ്ടായാൽ ആ വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് നടത്തേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പകരം മന്ത്രവാദം നടത്തുന്ന സമ്പ്രദായമാണ് ഈ ആളുകൾ തുടങ്ങി വെച്ചത്. ഇന്ന് വിസ്ഡം വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന CP സലീം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഇതാ എല്ലാ വിഭാഗത്തിലും പെട്ട വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായിരുന്ന 10 പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം നമുക്ക് അംഗീകരിക്കാം. അത് KM മൗലവി അടക്കമുള്ള ആളുകൾ അംഗീകരിച്ച തീരുമാനമാണ്. എന്നിട്ട് ഈ തീരുമാനം വായിച്ചു അദ്ദേഹം. പക്ഷേ ആ തീരുമാനം വായിക്കുന്നതിനിടയിൽ ഒരു ചെറിയ കൃത്രിമം അദ്ദേഹം നടത്തി. രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെഴുതിയ ആ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന പദം മുറിച്ചു മാറ്റിയാണ് അദ്ദേഹം വായിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ തർക്കം. ഇവിടെ യോജിച്ചു ചേർന്ന് എടുത്ത തീരുമാനം, ആ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വായിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന ആ തീരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദത്തെ മുറിച്ചു മാറ്റി വായിച്ചത് ഈ ഒരു സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേ നമ്മൾ മുന്നറിയിപ്പ് നൽകി. ഈ ജിന്നിനോടുള്ള സഹായാർത്ഥന അത് ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ രംഗത്ത് വന്നത് മരത്തിൽ നിന്ന് വീഴുമ്പോ ജിന്നിനെ വിളിക്കാനല്ല, പുഴയിലൂടെ ഒഴുകിപ്പോകുമ്പോ ജിന്നിനെ വിളിക്കാനല്ല, ചുരത്തിൽ നിന്ന് വാഹനം അപകടത്തിൽപ്പെടുമ്പോ ജിന്നിനെ വിളിക്കാനല്ല, പള്ളിക്കാട്ടിൽ നിന്ന് നെഞ്ചുവേദനയുണ്ടാകുമ്പോ ജിന്നിനെ വിളിക്കാനല്ല, മറിച്ച് ഈ ആളുകൾ ജിന്നിനോടുള്ള സഹായതട്ടം ശിർക്കല്ല എന്ന് പറഞ്ഞത് ഈ ചികിത്സ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്, ആ ചികിത്സ സാർവത്രികമാക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ അന്നേ മുന്നറിയിപ്പ് നൽകി. ഇവര് ചോദിച്ചു, ആരാ ചികിത്സിക്കുന്നത്? ആരാ ചികിത്സയുടെ പിന്നാലെയുള്ളത്? അവസാനം ഓരോരുത്തരായി രംഗത്ത് വന്നു. ഈ പിഴച്ച വിഭാഗം രംഗത്ത് വരുന്നതിന് മുമ്പ് പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ ജിന്നിനെ വിളിച്ച് സഹായം തേടിയാൽ അത് ശിർക്കല്ലെന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെങ്കിലും കേരളത്തിൽ ഉണ്ടായിരുന്നോ? ഒരാളെയും നമ്മൾ കേട്ടിട്ടില്ല, ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല.